Good morning. Good morning, all. Good morning, ma'am. Good morning, ma'am. Okay. ഇന്ന് prayer ആരാണ്? Prayer ആരാണ്? Prayer ആരാ പറയുന്നേ? ഞാൻ പാടാം മാം. ഓക്കെ ടാ. ബഹളാണ്. സോറി മാം. വിശാലാവർക്കം 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 someday. Oh, deep in my heart, I do believe we shall overcome someday. We are not afraid. We are not afraid. We are not afraid today. Oh, deep in my heart, I do believe we shall overcome someday. We shall overcome someday. Thank you. Thank you. Signing and thought of the day. സൈനിങ് ഞാനാണ് മാം. Karnada. Good morning, ma'am. Good morning, Jolie. Signing Karnada. ഓക്കെ മാം. ഞാൻ തോട്ട് ഓഫ് ദ ഡേ പറയുന്നതുകൊണ്ടാണ് വെയിറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഗുഡ് മോർണിംഗ് ടു ഓൾ. ഗുഡ് മോർണിംഗ് മാം. ഞാൻ ഇന്ന് സൈൻ ഇൻ ചെയ്യുന്നത് ഒരു എന്താ പറയുക ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സൈൻ ഇനും കൂടിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും പീരിയഡ്സ് ഉള്ളവരാണ് അല്ലേ. അപ്പോൾ ലേഡീസിനെ സംബന്ധിച്ച് പീരിയഡ്സിൻ്റെ സമയത്ത് കുറച്ച് ഹെൽത്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് പലതരം ക്യാൻസറുകളൊക്കെ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. സെർവിക്കൽ ക്യാൻസറും അതുപോലെയുള്ള യൂറിനറി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഇപ്പോൾ യൂട്രസിലുള്ള ട്യൂമറും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അയ്യോ, കേൾക്കുന്നിടത്തൊക്കെ ഇങ്ങനെ ലേഡീസിനായിട്ടുള്ള ക്യാൻസറും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓരോരുത്തരും ടെൻസ്ഡ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രോഡക്റ്റാണ് നമ്മൾ മെൻസ്ട്രേഷൻ ടൈമിൽ നമ്മൾ എല്ലാവരും ഈ സാനിറ്ററി പാഡ്സ് ആണല്ലോ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിന് എഫക്റ്റീവായിട്ട് വേറൊരു പ്രോഡക്റ്റാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാനിന്ന് കാണിച്ചു തരാം. ഇതാണ് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. മെൻസ്ട്രേഷൻ സമയത്ത് നമുക്ക് ലേഡീസിന് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത്, മെൻസ്ട്രേഷൻ കപ്പ് എന്ന് പറയുന്നത്. ഈ മെൻസ്ട്രൽ കപ്സ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് പേഴ്സണലി എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 2.5 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ സ്റ്റേ ഫ്രീയുടെ ഒക്കെ പരസ്യത്തിൽ പറയുന്നത് കേൾക്കാം, നമ്മൾ പീരിയഡ്സ് എന്നുള്ളത് മറന്നു പോകുന്നല്ലേ. അപ്പോൾ ശരിക്കും അതാണ്, നമ്മൾ ഈ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് പീരിയഡ്സ് ആണോ എന്നുള്ളത് പോലും നമുക്ക് മറന്നു പോകുന്ന രീതിയിലൊരു എഫക്റ്റാണ്. കാരണം നമുക്കുണ്ടാവുന്ന പലതരം ഈ സാനിറ്ററി പാഡ്സ് കൊണ്ടുണ്ടാവുന്ന അലർജീസ്, അതുപോലെ തന്നെ ഈ ഇറിറ്റേഷൻസ്, നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ചൊറിച്ചിൽ, അതുപോലെ തന്നെ ഈ നടക്കുമ്പോൾ നമുക്കറിയാം തുടകൾ രണ്ടും തമ്മിൽ ഉരിഞ്ഞിട്ട് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. ഭയങ്കര നനഞ്ഞ് നമുക്ക് നനവ് ഫീൽ ചെയ്യല്ലേ. ഞാനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ അമ്മ പറയുമായിരുന്നു, മോനെ പാഡ് ഉപയോഗിക്കണ്ട, ഒരു കാരണവശാലും നീ എന്ത് ചെയ്യും, ക്ലോത്ത് ഉപയോഗിക്കുന്നു പറയും. അപ്പോൾ ക്ലോത്ത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ സ്കൂളിലൊക്കെ പോകുമ്പോൾ തിരികെ മാറ്റാനൊരു ഇതുണ്ട്, ആ ഒരു അവസരമില്ല. കാരണം തുണികൾ നമുക്ക് കഴുകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഞാനൊക്കെ പാഡ് ഈ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തുണി അതിൻ്റെ ഓവർ കോട്ടിങ് ചെയ്യും. അപ്പം നമുക്ക് എനിക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ചൂടും കാര്യങ്ങളൊക്കെ കാരണം ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. അപ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാരണം ഞാൻ പറയും, അമ്മ എനിക്കിത് പറ്റില്ല. ഞാൻ പാഡ് തന്നെ കോട്ടൺ കവറുള്ള പാടുണ്ടല്ലോ, സ്റ്റേ ഫ്രീയുടെ കോട്ടണി ആയിട്ടുള്ള സാധനമുണ്ട്. അപ്പോൾ അതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നി, ദൈവമേ ഇത് വെച്ചിട്ടും രക്ഷയില്ല, ഇറിറ്റേഷൻസ് ഇത് മാറ്റണം എന്നുള്ള ചിന്ത. സ്കൂളിലൊക്കെ പോയി അന്നൊന്നും ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊന്നും അത്ര ആയിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ ഞാൻ ഒരു ഡിഗ്രി ലെവലൊക്കെ വരെ കഷ്ടപ്പെട്ട് ഈ സാധനം യൂസ് ചെയ്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടാണ് അന്ന് മെൻസ്ട്രൽ കപ്പിനെ പറ്റി നമുക്കറിയാം, പക്ഷേ ഇത് അഫോർഡബിൾ ആണോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ PG ചെയ്യണ സമയത്താണ്, ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ടാണ് PGയുടെ സെക്കൻഡ് സെമസ്റ്ററിലായിട്ട് റീജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര ഫ്ലോ ഒക്കെ ആയിരുന്നു, കാരണം ഡെലിവറി കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പോൾ മോന് 7 മാസമൊക്കെ ആ സമയത്തായിരുന്നു ഞാൻ റീജോയിൻ ചെയ്യുന്നത്. അപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ഫ്ലോ ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറയുന്നത്, കൂടുതൽ പഠിക്കണ കുട്ടിയാണ്. അപ്പോൾ അവള് പറഞ്ഞു, ചേച്ചി ഞാൻ ഇതാ യൂസ് ചെയ്യുന്നത്. അപ്പം ഡാൻസ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാലോ നല്ല മൂവ്മെന്റ്സ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഭയങ്കര അസ്വസ്ഥത, നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. കാലൊക്കെ ഇങ്ങനെ വൈഡായിട്ട് അരമണ്ടലൊക്കെ ഇരുന്ന് കഴിയുമ്പോഴേക്കും അയ്യോ ഇപ്പം താഴെ പോകുന്ന രീതിയിലായിരുന്നു. അപ്പോൾ ഒരു ടെൻഷൻ എപ്പോഴും ഉള്ളിൽ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് പറയുമ്പോൾ ഇവളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി പറഞ്ഞു, ചേച്ചി ഇത് യൂസ് ചെയ്ത് നോക്ക്, ഞാനൊക്കെ ഡിഗ്രി സെക്കൻഡ് ഇയർ തൊട്ട് യൂസ് ചെയ്യുന്ന, ഇതുവരെ ഒരു കുഴപ്പമില്ല, നല്ല കംഫർട്ടബിൾ ആണ്, ചേച്ചി ഒന്ന് യൂസ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എടി ഇത് എവിടെ നിന്നാണ് മേടിക്കണം, ഇത് മേടിക്കണം എങ്ങനെയാണെന്ന്. ചേച്ചി ഓൺലൈനിലുണ്ട്, അല്ലാതെ 250 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴും അതുപോലെ നല്ല റിവ്യൂസ് ഒക്കെ ഉണ്ട്. പിന്നെ യൂട്യൂബിലൊക്കെ ഇതിനെക്കുറിച്ച് കുറേ സെർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്ത് നോക്കി. ഞാനിപ്പോൾ 2.5 വർഷമായിട്ട് യൂസ് ചെയ്യുന്നു. ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമ്മൾ പാടെ മേടിച്ച് കളയുന്ന പൈസ ഉണ്ടെങ്കിൽ ഈ സാധനം മേടിച്ച് നമുക്കൊരു 5 വർഷത്തേക്ക് പിന്നെ കണ്ണടച്ചിരിക്കാം. കാരണം ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കാരണം ഇത് നമുക്ക് പൈസ സേവ് ചെയ്ത് വെച്ചിട്ട് വേണം മേടിക്കാൻ. കാരണം ഈ പാട് മേടിച്ച് കളയുന്ന പൈസ പകുതി മതി. 1 വർഷം നമ്മൾ പാട് മേടിച്ച് പൈസ കളയുന്നത് നോക്കുവാണെങ്കിൽ ഇത് ഒരെണ്ണം മേടിച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് ഒരു 3 എണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ, 1 2 3. ഇത് ആദ്യം നമുക്ക് സൈസ് അറിയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വെയിറ്റും ഒക്കെ വെച്ചിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞപ്പം ഒരു 25 ഇയേഴ്സ് ഒക്കെ ഉള്ളവർക്ക് വരെ നമുക്ക് മീഡിയം സൈസ് ആയിരുന്നു. പക്ഷേ എൻ്റെ പെൽവിക്ക് കുറച്ച് വലുത്, അതുപോലെ തന്നെ ഞാൻ ഡാൻസ് ഒക്കെ ചെയ്യുന്ന കാരണം കുറച്ച് വൈഡാണ് ഈ വജൈനൽ ഏരിയ. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ലീക്കേജ് വന്നു തുടങ്ങി. അപ്പം ഞാൻ ഇത് മാറ്റിയിട്ട് ലാർജ് സൈസ് ആക്കി. അപ്പോൾ ലാർജ് സൈസ് ആക്കിയപ്പം വലിയ കുഴപ്പമൊന്നുമില്ല, ലീക്കൊന്നുമില്ല, അങ്ങനെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വിചാരിക്കും അയ്യോ ഇതെങ്ങനെ റിമൂവ് ചെയ്യും, ഇത് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും വെച്ച് കഴിഞ്ഞാൽ. ഒന്നുമില്ല കേട്ടോ. ഈ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പീരിയഡ്സ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകും. ഇങ്ങനൊരു സാധനം നമ്മുടെ ആ ഒരു വെജൈനൽ ഏരിയയിൽ ഉണ്ടെന്നുള്ള കാര്യം പോലും നമ്മൾ മറന്നു പോകും എന്നുള്ളതാണ്. ഞാനൊക്കെ ചിലപ്പം പീരിയഡ്സ് എന്നുള്ളവരും മറന്നു. കാരണം വിളക്കൊന്നും വെക്കാൻ പാടില്ല അന്ന് നമ്മൾ പീരിയഡ്സ് ആയിരിക്കുന്ന സമയത്ത്. ഞങ്ങൾ ഹിന്ദുസിൻ്റെ ഒരു റിലീജിയസ് കസ്റ്റമാണല്ലോ. അപ്പം ഞാനൊക്കെ അറിയാണ്ട് എന്ന് വിളക്കെടുത്തു. അയ്യോ അത് കഴിയുമ്പോഴേ ഓർക്കണം ദൈവമേ ഇത് പീരിയഡ്സ് ആണല്ലോ എന്നുള്ള കാര്യം. കാരണം ഇത് വെച്ചേക്കുന്ന നമുക്ക് അങ്ങനെ അസ്വസ്ഥതയൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ ഓർക്കൂല പെട്ടെന്ന്. അപ്പം അങ്ങനെ എനിക്ക് അങ്ങനെ 2 പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഒരു നല്ലൊരു ക്വാളിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ സാധനം നമുക്ക് ഒരു 12 മണിക്കൂർ വരെ യൂസ് ചെയ്യാം. ഓരോരുത്തരുടെ ഫ്ലോ അനുസരിച്ചാണ് കേട്ടോ. ഇപ്പം നല്ലൊരു നോർമൽ ഫ്ലോ ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ 12 മണിക്കൂർ കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്താൽ മതി. ഇത് ലീക്കൊന്നും ആവത്തില്ല. നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പാടില്ലാത്തവരുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തവരുണ്ട്. ഈ യൂട്രസ് ഒക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു അവസ്ഥയുള്ളവരുണ്ടല്ലോ, അങ്ങനെ ഒരു അസ്വസ്ഥത ഒക്കെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കണ്ടീഷൻ അനുഭവിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇതിനൊരു സക്കിങ് ആണ്. കാരണം നമ്മൾ ഇതിങ്ങനെ സ്ക്യൂസ് ചെയ്തിട്ട് യു ഷേപ്പ് എന്ന് പറയാം, ചിലപ്പോൾ അതിന് 7 ഷേപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. പല ഷേപ്പിൽ നമുക്കിത് ഇൻസേർട്ട് ചെയ്യാം. ഇത് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു സക്കിങ് ആണ് വരുന്നത്. നമുക്ക് ഇങ്ങനെ സക്ക് ചെയ്തിരിക്കും. അപ്പോൾ ഈ സക്ക് ചെയ്തിരിക്കുന്ന സാധനം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഇതിൻ്റെ തുമ്പെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഈ ഉള്ളിൽ നിന്നിരിക്കുന്ന ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ഇങ്ങനെ താഴോട്ട് വരുന്ന പോലെ ഒരു ഫീൽ വരും. പക്ഷെ നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ സ്ക്യൂസ് ചെയ്യുക. സ്ക്യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പയ്യെ ഒന്ന് കേൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ആവും. എന്നിട്ട് പയ്യെ തിരിച്ചിങ്ങനെ എടുക്കുക. അങ്ങനെ ഈ ബ്ലഡ് കയ്യിലാകും ഇങ്ങനെ അറപ്പൊക്കെയുള്ളവരോട് ഞാൻ നിർബന്ധിക്കില്ല കേട്ടോ. കാരണം ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളല്ലേ അത്. എനിക്ക് പേഴ്സണലി അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇതിന്റെ ലീക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള സംശയമൊന്നും വേണ്ട. കാരണം അധികം ലീക്കേജ് ഒന്നും വരത്തില്ല ഈ സാധനത്തിന്. കാരണം ഇങ്ങനെ സ്റ്റക്ക് ചെയ്തിരിക്കും. ഇതിങ്ങനെ നിറഞ്ഞാലും നമ്മുടെ ആ വജൈനയുടെ അകത്തുനിന്ന് ഒരു കാരണവശാലും ബ്ലഡ് താഴോട്ട് പോവില്ല. ഞാനൊക്കെ കൈയും കാലും പൊക്കിയൊക്കെ നല്ലോണം
ഡാൻസ് കളിക്കാറുണ്ട് ഈ സാധനം വെച്ചിട്ട്. പക്ഷെ പാട് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒരു കാരണവശാലും നമുക്ക് കോൺഫിഡൻസ് കിട്ടില്ല. എത്ര സ്റ്റേജ് ഞാൻ ഇങ്ങനെ എനിക്ക് ടെൻഷനായിട്ട് കൊളാക്കാണ്ടിരുന്ന അറിയാമോ, പീരിയഡ്സ് സമയത്ത് നമുക്ക് സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാനേ പറ്റില്ല. പക്ഷേ ഈ സാധനം ഉപയോഗിച്ച ശേഷം തൊട്ട് നന്നായിട്ട് നമുക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യുകയും ചെയ്യാം. ഫുൾ കോൺഫിഡൻസോടെ നമുക്ക് എന്ത് പരിപാടികളും ചെയ്യാം. കൈയും കാലും പൊക്കണോ, ചാടണോ, തുള്ളണോ, ഒന്നും ഒരു കുഴപ്പമില്ല. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഈ സാധനം മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. മീഡിയം സൈസ് വേണം നമ്മൾ ആദ്യം ഇൻസേർട്ട് ചെയ്ത് നോക്കാൻ. കാരണം നമുക്ക് എത്രത്തോളം അതിൻ്റെ നമ്മുടെ ഈ വജൈനയുടെ വൈഡ്നെസ് ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ വിട്ടും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ ആദ്യം ഒരു മീഡിയം സൈസ് മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്കത് പറ്റുന്നില്ലാണ്ടെങ്കിൽ ലാർജ് സൈസ് മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക. കുഞ്ഞു മക്കളിപ്പോൾ നമുക്ക് പറയാം ഒരു 10 വയസ്സൊന്നും കഴിഞ്ഞ കുട്ടികൾ ഇപ്പോൾ തൊട്ട് പീരിയഡ്സ് ആയി തുടങ്ങുമല്ലേ. പക്ഷെ അവർക്കൊന്നും ഈ സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യാണ്ടിരിക്കുക. പരമാവധി ആ ഒരു 1, 2, 3 ദിവസങ്ങളൊന്നും അവരെ സ്കൂളിൽ വിടണ്ടാണ്ട് വീട്ടിൽ വെച്ച് നമ്മൾ ഈ ക്ലോത്ത് ഉപയോഗിച്ച് നോക്കുക. ക്ലോത്ത് എന്ന് പറയുന്നത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വേണം യൂസ് ചെയ്യാൻ. ഇതിനും ക്ലീനിങ് പ്രോസസ്സ് ഉണ്ട്. സ്റ്റെറിലൈസ് മസ്റ്റാണ്. നമ്മൾ ഓരോ യൂസിന് ശേഷം അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സോപ്പോ അല്ലെങ്കിൽ ഇത് തന്നെ ചെയ്യാനായിട്ടുള്ള ഒരു ലോഷൻ ഉണ്ട് വാഷ് ചെയ്യാനുള്ളത്. ഞാൻ എടുത്തു വെച്ചില്ല, സോറി, എൻ്റെ ടൂലറ്റിൽ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. ഇത് തന്നെ ഈ ബ്രാൻഡിന് തന്നെ ഒരു ലോഷൻ ഉണ്ട് വാഷ് ചെയ്യാനായിട്ടുള്ളത്. അത് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സോപ്പ് ഇട്ടായാലും കഴുകി വെച്ചാലും മതി. നല്ല ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. എവറി പീരിയഡ്സിന് ശേഷം, അതായത് 7 ദിവസത്തിന് നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് വേണം വെക്കാനായിട്ട്. വീണ്ടും എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ഒരു 15 വയസ്സ് ശേഷമുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഞാൻ പ്രിഫർ ചെയ്യും. ഇതിന് എന്താ പറയുക, നമ്മൾ അയ്യോ ഇതെൻ്റെ വെർജിനിറ്റിനെ ബാധിക്കോ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത് ഭയങ്കര സേഫാണ് കേട്ടോ. എല്ലാവർക്കും യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. അപ്പം ഇത്രയേ ഉള്ളൂ. സൈൻ ഇൻ ബൈ ആരഭി. താങ്ക് യു. താങ്ക് യു ഡാ. ഓക്കെ, തേർഡ് ഓഫ് ദി ഡേ പറയുന്നുണ്ടോ? തോട്ട് ഓഫ് ദി ഡേ പറയുന്നുണ്ടോ ആരെങ്കിലും? ഞാൻ പറയാം. ജോളി പറയട്ടെ. ഓക്കെ, ജോളി അറിയാം. ജോളി പറഞ്ഞോടാ. Good morning, respected ma'am. Today we are going to on quotes says Rabindranath Tagore. The highest education is that which does not merely give us information but makes our life in harmony with all existence. Thank you, ma'am. Hello, thank you, ma'am. Okay, thank you, ma'am. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡീവിയേഷൻ, നോർമലൈസേഷൻ ഡീവിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയോ? കംപ്ലീറ്റ് ആക്കി മാം. തുടങ്ങിയിട്ടുണ്ട്. തിയറി പറഞ്ഞു. റീഡ് ചെയ്തോ പാരഗ്രാഫ്? ഒരു പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാം. നെക്സ്റ്റ് ക്ലാസ് ഒന്നും കൂടി പറയാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മള് സൊസൈറ്റി ഓഫ് കൊഹീഷൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാത്തവരൊക്കെ ശ്രദ്ധിക്കുക. നമ്മള് നോർമലൈസ്ഡ് ആക്കി കഴിയുമ്പോൾ ഈ കുട്ടികളെ നമ്മൾ നോർമലൈസ്ഡ് ആക്കി മാറ്റി നമ്മുടെ അടുത്തേക്ക് വരുന്ന കുട്ടികൾ എന്തായിരിക്കും, ഡീവിയേറ്റഡ് ചൈൽഡ് ആയിരിക്കും. അവരെ നമ്മൾ ത്രൂ വർക്കിങ്ങിലൂടെ നമ്മൾ എന്താക്കി മാറ്റി അവരെ നോർമലൈസ്ഡ് ആക്കി മാറ്റും. അപ്പൊ ഈ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ പറയുന്ന ഒരു പേരാണ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ. എന്താ പറയുന്നത്? സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ഓർ സൊസൈറ്റി ഓഫ് കൊഹീഷൻ. ഈ കുട്ടികൾ തമ്മിൽ നല്ല കെട്ടുറപ്പായിരിക്കും, നല്ലൊരു ക്ലോസ് റിലേഷൻ ആയിരിക്കും. ക്ലോസ് ടു ഈച്ച് അതർ, ദേ ആർ ക്ലോസ് ടു ഈച്ച് അതർ. അതേപോലെ തന്നെ അവർ തമ്മിൽ നല്ലൊരു സ്നേഹം ഉണ്ടാവും, അവര് ഷെയറിംഗ് ഹാബിറ്റ് ഉണ്ടാവും, ഹാർമണി, ഐക്യം ഉണ്ടാവും. ഇതെല്ലാം നമ്മുടെ മോൺസോറി എൻവയോൺമെന്റിൽ നമ്മളിങ്ങനെ വർക്ക് ചെയ്യുന്നതിലൂടെ അവർക്ക് അക്യൂർ ചെയ്യുന്ന കുറെ എബിലിറ്റീസ് ആണ്. സോ ഒന്നും കൂടി റീഡ് ചെയ്യാണ്, കാരണം ലാസ്റ്റ് ക്ലാസ്സിൽ കുട്ടികൾ ഉണ്ടായിരുന്നില്ലല്ലോ. അതൊക്കെ ഒന്നുകൂടി റീഡ് ചെയ്യാം. ഇനി മോണ്ടിസോറി ക്ലാസ് റൂം, നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ children are provided with the environment capable of being nourished. Teachers is careful about the various stages of the development of the child, helping him with his internal needs. നമ്മൾ ഈ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അവരുടെ ഇന്റേണൽ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ അതനുസരിച്ച് വേണം കുട്ടികളെ അവിടെ എന്ത് ചെയ്യാനായിട്ട് പെരുമാറുകയും ചെയ്യേണ്ടത്. നമ്മള്
മോണ്ടിസോറി എൻവയോൺമെന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ ഫ്രീഡം കൊടുക്കണം. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം അവരെന്ത് ചെയ്യാനായിട്ട് വർക്ക് സെലക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആ പാറ്റേൺസ് മെറ്റീരിയൽസ് ആയിരിക്കും അവർ സെലക്ട് ചെയ്യുന്നത്. Thus the children is able to work as per his will. അവരുടെ ഇഷ്ടത്തിന് ചെയ്യണം. ഇപ്പൊ പിങ്ക് ടവർ നമുക്കറിയാം, പിങ്ക് ടവർ എങ്ങനെയാ കൺസ്ട്രക്ട് ചെയ്യണേ, ഒന്നിനു പോലെ കൺസ്ട്രക്ട് മേലേക്കാ ചെയ്യുന്നത്. ചില കുട്ടികൾ അത് പാരലൽ ആയിട്ട് ചെയ്യും. അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനനുസരിച്ച് കൺസ്ട്രക്ട് ചെയ്തോട്ടെ, മിസ്റ്റേക്ക് ഒന്നുമില്ല. നമ്മളത് എന്ത് ചെയ്യണ്ട, തിരുത്താനൊന്നും പോകണ്ട, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ വർക്ക് ചെയ്തോട്ടെ. സോ his mental and physical energy work in unison, the child becomes normalized. അങ്ങനെ ആ ഒരു വർക്ക് അവർ ചെയ്യുമ്പോൾ അവരുടെ മെന്റൽ എനർജിയും അതേപോലെ തന്നെ ഫിസിക്കൽ എനർജിയും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടി നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറും. Thus, a Montessori classroom became a gathering of normalized children. So, when the children are normalized, it is possible to give them perfect freedom in the class. നമ്മുടെ ക്ലാസ്സിൽ ഉള്ള എല്ലാ കുട്ടികളും നോർമലൈസ്ഡ് ചൈൽഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഫുൾ ഫ്രീഡം കൊടുക്കാം. എന്ന് വെച്ചാൽ മോണ്ടിസോറി ക്ലാസ് റൂമില് ഫുൾ ഫ്രീഡം കൊടുക്കാം. അവർക്ക് ഏത് ആക്ടിവിറ്റി വേണം, ആക്ടിവിറ്റീസ് ഓരോന്നും ചെയ്യാനായിട്ട് അവർക്ക് ഫുൾ ഫ്രീഡം കൊടുക്കാം. ആൻഡ് ഇറ്റ് ഹാവ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ഫ്രം ദം. നമുക്ക് അവരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പെർഫെക്റ്റ് ഡിസിപ്ലിൻ ആയിരിക്കും. അവർ മെറ്റീരിയൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കറക്റ്റ് പ്ലേസിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യും. നമുക്ക് ആ ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കുന്നത്, അവർ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുകയും ആ ഒരു ഡിസിപ്ലിൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. This is the society of new children. അപ്പൊ നമുക്ക് ഈ കുട്ടികൾ നമുക്ക് എന്ത് പറയാം, സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ഓർ സൊസൈറ്റി ഓഫ് കോഹീഷൻ എന്ന് പറയാം. എല്ലാ കെട്ടുറപ്പുള്ള ഒരു സൊസൈറ്റി നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. Refers to by Montessori. Montessori in normalized children's കൂട്ടത്തെ നമ്മൾ പറയുന്ന പേരാണ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ആൻഡ് സൊസൈറ്റി ബൈ കോഹീഷൻ. This is something formed by an attraction between or among the children. ഈ കുട്ടികൾ തമ്മിലുള്ള ഒരു കെട്ടുറപ്പാണ്. അവർ തമ്മിലൊരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങും അതേപോലെ തന്നെ ഷെയറിംഗ് ഹാബിറ്റും ഹാർമണിയും എല്ലാം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കെട്ടുറപ്പ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇറ്റ് ഈസ് നാച്ചുറൽ ആൻഡ് സ്പോണ്ടേനിയസ് യൂണിഫിക്കേഷൻ ഓഫ് കൊഹീഷൻ. ഇതെല്ലാം നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നതാണ്. നമ്മൾ ഫോഴ്സ് ചെയ്തിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നത്. നാച്ചുറലി അവർ ഈ ഡെവലപ്മെന്റിന്റെ അല്ലെങ്കിൽ നോർമലൈസേഷന്റെ ഭാഗമായിട്ട് അവർക്ക് നാച്ചുറലി കിട്ടുന്ന കുറച്ച് ക്വാളിറ്റീസ് ആണ്. Children are able to attain such cohesion because they are naturally full of love. എങ്ങനെയാണ് അവർക്ക് ഇത് കിട്ടണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് നാച്ചുറലി എങ്ങനെയാണ് നല്ല സ്നേഹത്തോടെ ആയിരിക്കും ബാക്കിയുള്ള കുട്ടികളോട് പെരുമാറുന്നത്. അതേപോലെ നല്ല സിമ്പത്തറ്റിക് ആയിരിക്കും, ഫീൽ ഫോർ ഈച്ച് അതർ. അവർ ഓരോരുത്തരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇപ്പൊ അവന് വിഷമാകുമോ, ആ കുട്ടിക്ക് ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്തായിരിക്കും ചിന്തിക്കാം അല്ലെങ്കിൽ എന്തായിരിക്കും പ്രവർത്തിക്കാം, അങ്ങനെ ചിന്തിക്കാനായിട്ട് നമ്മൾ തുടങ്ങും. സോ ഇതിന്റെ ഭാഗമാണ് നമുക്ക് ഈ സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻസ് വരുന്നത്. Therefore, we can help them foster these qualities by giving them the right environment and condition. ഈ ഒരു ക്വാളിറ്റീസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റൈറ്റ് എൻവയോൺമെന്റ് ആൻഡ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എന്താ പറയാ ഈ ഒരു ക്വാളിറ്റീസ് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ പറയുന്നത് കൊഹീഷൻ ഇസ് ബേസ്ഡ് ഓൺ ഫോളോയിങ്. 4 കാര്യങ്ങളുടെ ബേസിലാണ് എന്ത് വരുന്നത്, കൊഹീഷൻ വരുന്നത്. ഒരു കെട്ടുറപ്പ്, കുട്ടികൾ തമ്മിൽ ഒരു കെട്ടുറപ്പ് വരുന്നത് എങ്ങനെയാണ്, 4 ആക്സെപ്റ്റ് ആണ് അവർ പറയുന്നത്. റൈറ്റ് ഓഫ് അതേഴ്സ് നമുക്കറിയാം. മോണ്ടിസോറി എൻവയോൺമെന്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആ മെറ്റീരിയൽസ് എല്ലാവർക്കും അവകാശപ്പെട്ടാണ്. അപ്പൊ ഈ കുട്ടികൾക്ക് അറിയാം ഈ ഇവിടെ വെച്ച് തന്നെയാണ് ഈ മെറ്റീരിയൽസ് എല്ലാം എന്ത് ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ടത്. ഇതൊരിക്കലും എനിക്ക് ആദ്യമൊക്കെ ഉണ്ടാവും അവർക്ക് വീട്ടിൽ കൊണ്ടുപോകണം അല്ലെങ്കിൽ അത് അവർക്ക് കയ്യിൽ വെക്കണം എന്നൊക്കെ ഉള്ള ചിന്ത ഉണ്ടെങ്കിൽ പോലും പിന്നെ അവരത് മനസ്സിലാക്കാണ്, അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ് ഈ മെറ്റീരിയൽസ് ഇവിടത്തെയാണ്, ഈ മോണ്ടിസോറി എൻവയോൺമെന്റിലാണ്, ഇതെല്ലാവർക്കും ഈക്വലി എങ്ങനെയാണ് ഈക്വലി അവൈലബിൾ ആയിരിക്കണം അല്ലെങ്കിൽ ഈക്വലി റൈറ്റ്സ് ഉണ്ട്, എല്ലാവർക്കും അത് യൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പൊ റൈറ്റ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ റൈറ്റ്സ് അവർക്ക് മനസ്സിലാവാണ്. റെസിപ്രോക്കൽ ഹെൽപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണ്ടിസോറി എൻവയോൺമെന്റ് നമുക്കറിയാം ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളായിരിക്കും. അപ്പൊ ഓൾഡർ വൺസ് വെച്ചാൽ മുതിർന്ന കുട്ടികൾ യങ്ങർ വൺസിനെ ചെറിയ കുട്ടികൾ എന്ത് ചെയ്യാൻ തുടങ്ങും, ഹെൽപ്പ് ചെയ്യും. സോ അവർ ആ ഒരു ഹെൽപ്പ് ചെയ്യുമ്പോൾ ആ റെസ്പെക്റ്റും ആ ഇൻട്രസ്റ്റ് ഒക്കെ അവർക്ക് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഈ കുട്ടികൾ റെസിപ്രോക്കൽ ഹെൽപ്പാണ്. നമുക്കറിയാം നമ്മൾ ഇന്നൊരാളെ സഹായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും മാർഗത്തിലൂടെ അത് തിരിച്ചു കിട്ടും അല്ലെ. ശ്രദ്ധിച്ചിട്ടുണ്ട്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മളിപ്പോ ആ സഹായിക്കുന്ന ആള് തന്നെ ആവണമെന്നില്ല നമ്മളെ സഹായിക്കുന്നത്, വേറെ എന്തെങ്കിലും മാർഗത്തിലൂടെ നമുക്ക് ആ ഒരു സഹായം തിരിച്ചു കിട്ടും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ റെസിപ്രോക്കൽ ഹെൽപ്പ് എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ ഇഫ് യു ഹെൽപ്പ് വൺ that will reflect the same in another
നമുക്ക് മറ്റൊരാളിൽ നിന്ന് ആ ഒരു ഹെൽപ്പ് നമുക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്ത ആൾ നമുക്ക് തിരിച്ച് ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും നമുക്ക് വേറൊരു വഴി കൂടെ ആ ഹെൽപ്പ് നമുക്ക് കിട്ടും. റെസിപ്രോക്കൽ ഹെൽപ്പ്. ഇനി നെക്സ്റ്റ് പറയുന്നത് മോറൽ ഹെൽപ്പ് ആണ്. മോറൽ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഓൾഡർ ചിൽഡ്രൻസ് എന്ന് പറയുന്നത് യങ്ങർ ചിൽഡ്രൻസിന്റെ റോൾ മോഡൽസ് ആയിരിക്കും. സോ അവരെ കണ്ടാണ് അവർ പഠിക്കുന്നത്. അവരുടെ അച്ചടക്കവും ആ ഡിസിപ്ലിനും ഒക്കെ കണ്ടിട്ട് അവരെന്താകും, ഇൻസ്പയർഡ് ആവും. അവരെങ്ങനെയാണോ ശീലിക്കുന്നത് അതേപോലെ തന്നെ. ഇപ്പൊ ഓൾഡർ വൺസ് എങ്ങനെയാണ് അവിടെ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ കൊണ്ടുവന്ന ആ കുട്ടികളെ പ്ലേസ് ചെയ്യാണ്. സോ ആ ഒരു രീതി തന്നെയായിരിക്കും യങ്ങർ വൺസ് ഫോളോ ചെയ്യുന്നത്. ഹാർമണി. ഹാർമണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഐക്യമായിരിക്കും. നമ്മള് എന്താണ്, ഒരു കുട്ടി ഒരു വർക്ക് ചെയ്യാണ്, ആ ഒരു വർക്ക് ഇപ്പൊ മറ്റൊരു കുട്ടിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ആ കുട്ടി ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു മെറ്റീരിയൽ ആ പ്ലേസിൽ വരുന്നത് വരെയും ഇവരെന്ത് ചെയ്യും, നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യും. ആ ഒരു മെറ്റീരിയൽ ആ കുട്ടി കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയും അവരെന്തെങ്കിലും വെയിറ്റ് ചെയ്യും. കാരണം അവനത് ഇഷ്ടമാണ്, അവന് ഭയങ്കര താല്പര്യമുണ്ട്. എന്നാൽ പോലും ആ കുട്ടി അത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയും വെയിറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻസ് ഈ കുട്ടികൾ ചെറുപ്പത്തിലെ എന്താവും ഡെവലപ്പായി വരാണ്. അപ്പൊ ഒരു ഭാവിയിലും ഇതേപോലെ ഒത്തിരി വെയിറ്റ്സിനല്ല, ഓക്കെ, ഒത്തിരി എന്താ പറയാ, ഒത്തിരി ടൈം എടുക്കുന്ന പ്രശ്നമാണെങ്കിൽ പോലും നല്ല പേഷ്യൻസോട് കൂടി അവർക്ക് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ചെറുപ്പത്തിൽ നമ്മുടെ പേഷ്യൻസ് കുട്ടികൾ മനസ്സിലാക്കി കൊടുക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഫസ്റ്റ് പറയുന്നത്, റെസ്പെക്ട് ഫോർ ദ റൈറ്റ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ റൈറ്റ്സിനും കൂടി റെസ്പെക്ട് ചെയ്യാനായിട്ട് നമ്മുടെ മോണ്ടിസോറി കുട്ടികൾക്ക് പറ്റും. അങ്ങനെ ആവുമ്പോൾ അവർ പെട്ടെന്ന് ഡിസ്പ്യൂട്ടുകൾ ഒന്നും ഉണ്ടാവില്ല. നോർമലി കുട്ടികൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ടുകളൊക്കെ കുറവായിരിക്കും. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ഡിസ്പ്യൂട്ടുകൾ അവർ തന്നെ സോൾവ് ചെയ്യും. നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഡിസ്പ്യൂട്ടുകൾ മിക്കവാറും ഓൾഡർ വൺസ് ആയിരിക്കും അത് സോൾവ് ചെയ്യുന്നത്. മുതിർന്ന കുട്ടികൾ ഡിസ്പ്യൂട്ട് എന്നല്ല പറയാം, ചില മെറ്റീരിയൽസ് ആ ഒരു കാര്യം അവർക്ക് വേണമെന്ന് പറയുമ്പോൾ ഓക്കെ ഇത്രയും ടൈം നീ യൂസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് എനിക്ക് തരണം. അവർ തന്നെ തീരുമാനങ്ങൾ എടുക്കും. അവർ തന്നെ ഡിസ്പ്യൂട്ട്സ് നോർമലി അത് കൈകാര്യം ചെയ്യും. ഓക്കെ, നോക്കാം. There are normally dispute between children over the materials and many other situations. നമുക്കറിയാം മെറ്റീരിയൽസിന്റെ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷനിലോ കുട്ടികൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. However, children in Montessori school are capable of solving problem by themselves. നമ്മൾ ഇടപെടുന്നേക്കാൾ മുമ്പ് നമ്മൾ നോക്കാം എങ്ങനെയാണ് ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യാം അവരെങ്ങനെയാണത് ഓവർകം ചെയ്യുന്നത്. themselves through reciprocal consent and agreement. റെസിപ്രോക്കൽ കൺസെന്റും എഗ്രിമെന്റിന്റെ ബേസിലും അവർ എന്ത് ചെയ്യും, ആ ഒരു ഡിസ്പ്യൂട്ട് കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യും. പരസ്പരമുള്ള എന്ത് ആ ഒരു കൺസെന്റും എഗ്രിമെന്റിന്റെ ബേസിൽ അവർ തന്നെ അത് സോൾവ് ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കുട്ടികൾ എന്താണ് നോർമലൈസ്ഡ് ചൈൽഡാണ്. കാരണം അവർക്കത് മനസ്സിലാകുന്നുണ്ട്. ഇപ്പൊ എനിക്ക് മാത്രമല്ല മെറ്റീരിയൽ യൂസ് ചെയ്യേണ്ടത്, അവനും കൂടി അത് അവകാശപ്പെട്ടതാണ്. അവനും അത് യൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പൊ ഞാൻ അത് യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിൽ തന്നെ ഞാൻ അവന് കൊടുത്തോളാം എന്നുള്ള ഒരു അവർ തമ്മിലുള്ള പരസ്പരമുള്ള ഒരു ധാരണയുടെ പുറത്ത് ആ ഒരു എന്താണ് ഡിസ്പ്യൂട്ട് അവിടെ സോൾവ് ആവാണ്. നമ്മൾ ടീച്ചേഴ്സ് അതിലേക്ക് ഇടപെടേണ്ട കാര്യം വരുന്നില്ല. അവർ തന്നെ നോർമലൈസ്ഡ് ആയതുകൊണ്ടാണ് അവർ തന്നെ ആ ഡിസ്പ്യൂട്ടുകൾ സോൾവ് ചെയ്യാൻ അവർ തന്നെ കേപ്പബിൾ ആണ്. ഇനി റെസിപ്രോക്കൽ ഹെൽപ്പ് ആണ് അല്ലെ. ഞാൻ പറഞ്ഞ റെസിപ്രോക്കൽ ഹെൽപ്പിന്റെ കാര്യത്തിൽ പറഞ്ഞ എന്താണ്, നമ്മളൊരു നമുക്ക് എപ്പോഴെങ്കിലും ഒരു സഹായം നമ്മൾ ഒരാൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സഹായം ആള് മുഖേന നമുക്ക് തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞില്ലേ. There would be such care between the children where the older ones help the younger ones while the younger one help each other. അപ്പൊ ഇങ്ങനെയാണ് ഓൾഡർ വൺസ് മുതിർന്ന കുട്ടികളായിരിക്കും യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം ഒരു ആക്ടിവിറ്റി ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റിയില്ല, യങ്ങർ വൺസിന് പറ്റിയില്ല, മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചേഴ്സ് നമ്മളത് ഹെൽപ്പ് ചെയ്യുന്നേക്കാൾ മുമ്പ് അല്ലെങ്കിൽ നമ്മളെ ഡയറക്ട് ചെയ്യുന്നേക്കാൾ മുമ്പ് ചിലപ്പോൾ ഓൾഡർ വൺസ് മുതിർന്ന കുട്ടികൾ തന്നെ ആ യങ്ങർ വൺസിനെ കറക്റ്റ് ചെയ്യും. ദെൻ ഈ യങ്ങർ വൺസ് ഉണ്ടല്ലോ അവരുടെ കൂട്ടത്തിലുള്ള മറ്റു കുട്ടികളെയും അവർ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. They would show the respect and the interest in each other. ഓരോരുത്തരുടെ വർക്കും അവരെ റെസ്പെക്ട് ചെയ്യാനായിട്ട് അവർ ചെറുപ്പത്തിലെ പഠിക്കുകയാണ്. ഓരോരുത്തരെയും റെസ്പെക്ട് ചെയ്യാണ്. ചെറുപ്പത്തിലെ അവരുടെ കൂട്ടത്തിലുള്ള എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുന്നു. അവരുടെയും കൂടി ഡെവലപ്മെന്റ് നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് അവർ മനസ്സിലാക്കിയാണ്.
ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ ഒരു കുട്ടി ആബ്സെന്റ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ ആ കുട്ടി ആബ്സെന്റ് ആയിട്ട് നിങ്ങൾ ക്ലാസ് റൂമിൽ ചോദിക്കുകയാണ്, ഇന്ന് എന്താ ക്ലാസ്സിൽ എടുത്തേ ടീച്ചർ, എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് കവർ ചെയ്തോ, അല്ലെങ്കിൽ ഇന്ന് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിലുള്ള എത്ര കുട്ടികൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. അതാണ് റെസിപ്രോക്കൽ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനിയിപ്പോ നമ്മൾ ആരെങ്കിലും ആബ്സെന്റ് ആവുമ്പോൾ നമ്മളും ഇതേപോലെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യും അവര്. അപ്പൊ നിങ്ങൾ തമ്മിലൊരു എന്താ പറയാ ഒരു കൊഹീഷൻ, സൊസൈറ്റി ഓഫ് കൊഹീഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. Okay, each other. There would be admiration of each other's work and all these came honestly and naturally from the children. നമ്മളിപ്പോ ഒരാള് ക്ലാസ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യാണ്, കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അപ്രിഷിയേറ്റ് ചെയ്യും ഇല്ലേ? അവരുടെ വർക്ക് നല്ലതായിരുന്നു അപ്പൊ തന്നെ നമ്മൾ പറയും, നന്നായി പെർഫോം ചെയ്തിട്ടോ, നല്ല ആക്ടിവിറ്റി ആയിരുന്നു കേട്ടോ, അപ്പൊ തന്നെ പറയും. ഇതൊക്കെ ആ കുട്ടികളിൽ നാച്ചുറലി ഫോം ചെയ്യുന്നതാണ്. നല്ലത് കണ്ട കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രിഷിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ക്വാളിറ്റി ചെറുപ്പത്തിലെ അവർ ഡെവലപ്പ് ചെയ്തെടുക്കാണ്. ദാറ്റ് ഈസ് യു. അവർക്ക് തമ്മിൽ കോമ്പറ്റീഷൻ ഇല്ലേ? നിങ്ങൾക്ക് തമ്മിൽ കോമ്പറ്റീഷൻ ഒന്നും ഇല്ലാത്ത പോലെ തന്നെ അവർ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ നല്ല കൊഹീഷനിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് യൂഷ്വലി ബിക്കോസ് ഇൻ എ മോണ്ടിസോറി എൻവയോൺമെന്റ് ചിൽഡ്രൻസ് ആർ ഗിവൺ ഫ്രീഡം. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് നമ്മുടെ കുട്ടികൾക്ക് മാക്സിമം ഫ്രീഡം കൊടുക്കുന്നുണ്ട്. Children need not compete with each other. അപ്പൊ നമ്മളിവിടെ കോമ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഒരാളോട് മറ്റൊരാൾ മത്സരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, no competition is permitted in the environment. Normally this prepare നാക്കിക്കോ, prepare the children to want to share and help others. നമ്മളിവിടെ കോമ്പറ്റീഷൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല, പക്ഷെ നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത് ഷെയറിംഗ് ഹാബിറ്റും ഹെൽപ്പിംഗ് ഹാബിറ്റും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലാതെ കോമ്പറ്റീഷൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, പറഞ്ഞിട്ട് ചെയ്യുന്നില്ല. ഈ റെസിപ്രോക്കൽ ഹെൽപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. നമ്മളിപ്പോ ഒരാളെ സഹായിക്കുകയാണ്, നമ്മളെ സഹായിക്കുമ്പോൾ ഒരിക്കലും ആ ആൾ നമുക്ക് തിരിച്ച് നമ്മളെ സഹായിക്കണം എന്ന സിറ്റുവേഷൻ നമ്മൾ വിചാരിക്കരുത്. ചിലപ്പോൾ അയാൾ മറന്നു പോയിട്ടുണ്ടാവും, പക്ഷെ നമുക്കൊരു ഹെൽപ്പ് ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി മോറൽ ഹെൽപ്പിനെ കുറിച്ചാണ് പറയുന്നത്. A child provides moral help to other children by comforting them for being wrong, for being bad. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു കുട്ടി ഹെൽപ്പ് ചെയ്യാണ്, അവന്റെ ടീംമേറ്റ് ആയിരിക്കും, അവൻ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവൻ തെറ്റിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവരെ അതിൽ നിന്ന് തിരുത്തും. Difference from the children's regard that wrong done as something bad or mischief. But rather regard it is a misfortune, and one who had one is unfortunate, one who should be comforted and helped. ഒരു കുട്ടിക്ക് ഒരു കാര്യം ചെയ്ത് തെറ്റിപ്പോയി, അല്ലെങ്കിൽ മിസ്റ്റേക്ക് ആണ്, അവൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവന് പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്ന് അവൻ എങ്ങനെ വൺസ് തന്നെ അത് ഹെൽപ്പ് ചെയ്യും, അത് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. Children will inspire one another to be good. അപ്പൊ നമ്മളുടെ ഒരാള് നമ്മളോട് നന്നായിട്ട് പെരുമാറാണ്, നമ്മളും അതേപോലെ തന്നെ ആവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറാണ്, നമ്മളെക്കാളും മുതിർന്ന ഒരു കുട്ടി, എന്ത് കാര്യം ചോദിച്ചാലും ആള് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ക്യാരക്ടർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ ഒരു യങ്ങർ വൺ അല്ലെങ്കിൽ ഓൾഡർ വണ്ണിന്റെ ക്യാരക്ടർ ഈ യങ്ങർ വൺസിനെ ഇൻഫ്ലുവൻസ് ചെയ്യണം. ഇനി മിക്സ്ഡ് ഗ്രൂപ്പ്, ഏജ് ഗ്രൂപ്പ്, older children provide the role model in the class. നമുക്കറിയാം മോണ്ടിസോറി എൻവയോൺമെന്റിൽ മിക്സ്ഡ് ഏജ് ഗ്രൂപ്പിലെ കുട്ടികളായിരിക്കും. അപ്പൊ ഓൾഡർ ചിൽഡ്രൻസ്, മുതിർന്ന കുട്ടികൾ ആയിരിക്കും നമ്മുടെ യങ്ങർ വൺസിനുള്ള റോൾ മോഡൽസ് എന്ന് പറയുന്നത്. The exercise of practical life which inspire social grace and curiosity help get the children into a cohesive ഗ്രൂപ്പ്. നമുക്ക് ഈ ഒരു നല്ല കുട്ടികൾക്കുള്ള ഗ്രൂപ്പ് ആകാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ്, സോഷ്യൽ, സൊസൈറ്റിയിൽ എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്, ഇതെല്ലാം ചെറുപ്പത്തിലെ അവർ പഠിക്കുകയാണ് അല്ലെ. മ്യൂച്വൽ ഹെൽപ്പും മോറൽ ഹെൽപ്പും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ റൈറ്റ്സ് റെസ്പെക്ട് ചെയ്യാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ചെറുപ്പത്തിലെ പഠിക്കുമ്പോൾ നല്ല കുട്ടികളായിട്ട് ഡെവലപ്പ് ആവും. അപ്പൊ നമ്മുടെ സൊസൈറ്റിക്ക് ആക്ട് ആയിട്ടുള്ള കുട്ടികളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാർത്തെടുക്കാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ആണ് ഹാർമണി. നമ്മള് ഹാർമണി എന്ന് വെച്ചിട്ട് മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐക്യം എന്ന് പറയാം, അല്ലെങ്കിൽ ഹാപ്പിനെസ്. They are interested in doing and ഹാൻഡ്ലിംഗ് എംതിങ്. നമ്മൾ മോണ്ടിസോറി മെറ്റീരിയൽ ഉപയോഗിച്ച് അവർക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും.
വെയിറ്റ് ഫീൽ. അപ്പൊ ഒരാളൊരു കുട്ടി ആ ഒരു ആക്ടിവിറ്റി ചെയ്യാണ്, എന്റെ ഫ്രണ്ട് അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കാന്ന് വിചാരിക്കും, അല്ലെങ്കിൽ എന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ ചെയ്യാണ്. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആ ആക്ടിവിറ്റി ചെയ്ത് തീരുന്നത് വരെയും നല്ല പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യും. അവൻ ആ ആക്ടിവിറ്റി ചെയ്ത് അത് ആ ഒരു പ്ലേസിൽ എത്തുന്ന വരെയും ആര് വെയിറ്റ് ചെയ്യും? ഈ കുട്ടി വെയിറ്റ് ചെയ്യും. നല്ല പേഷ്യൻസ് ചെറുപ്പത്തിൽ ഇതേപോലത്തെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഈ കുട്ടികൾക്ക് ഭാവിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം ഈ കുട്ടികൾക്ക് നല്ല പേഷ്യൻസ് ചെറുപ്പത്തിലേ ഡെവലപ്പ് ചെയ്യാണ്. നോക്കാം. ഹാർമണി ഇസ് എൻകറേജ്ഡ് ഇൻ ദ ക്ലാസ് റൂം ത്രൂ വർക്കിംഗ് ടുഗദർ. നമുക്ക് ഈ ഹാർമണിയിൽ ഐക്യം നമുക്ക് എങ്ങനെയാ നമുക്ക് എൻവറേജ് ചെയ്തെടുക്കാൻ പറ്റുക? വർക്കിംഗ് ടുഗദർ, എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യിക്കുന്നതിലൂടെയാണ് നമുക്ക് ഹാർമണി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്, ഈ ഐക്യം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. ആസ് ദർ ഈസ് ഓൺലി വൺ സെറ്റ് ഓഫ് മെറ്റീരിയൽസ് ഇൻ എ ക്ലാസ്. നമുക്കറിയാം ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ആകെ ഒറ്റ സെറ്റ് എന്തുണ്ടാവുള്ളൂ, ചിലപ്പോൾ പിങ്ക് കളർ ഉണ്ടാവുള്ളൂ. A child who wants to use them will have to wait till the children who is using it finished and put it back in the place. നമ്മൾ കുട്ടികള് വെയിറ്റ് ചെയ്യും, ആ കുട്ടി വെയിറ്റ് ചെയ്യും, അവന് ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ട്. അപ്പോ ആദ്യം ചെയ്യുന്ന കുട്ടി അത് യൂസ് ചെയ്ത് അത് ഫിനിഷ് ചെയ്ത് അത് അതിന്റെ പ്ലേസിൽ എത്തുന്നത് വരെയും ഈ കുട്ടി വെയിറ്റ് ചെയ്യും. Through this, the child learn to exercise patience and respect. ഇതിലൂടെ ആ കുട്ടി ചെറുപ്പത്തിലെ എന്ത് പഠിക്കാണ്? പേഷ്യൻസും മറ്റുള്ളവരുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ റൈറ്റ്സും റെസ്പെക്ട് ചെയ്യാനായിട്ട് ചെറുപ്പത്തിലെ അവൻ അത് പഠിക്കുകയാണ്. വിച്ച് വിൽ ഗ്രാജുവലി ബ്രിങ് അബൌട്ട് ഹാർമണി ഇൻ ക്ലാസ്. ഇത് എന്തിന് കാരണമാകുന്നു? ക്ലാസ്സിലെ കുട്ടികൾ തമ്മിൽ നല്ലൊരു ഐക്യം കൊണ്ടുവരാൻ കാരണമാകുന്നു. ഇങ്ങനത്തെ കുട്ടികൾ ഒരിക്കലും നമ്മുടെ പുറത്ത് നോർമൽ എൻവയോൺമെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും എന്താ പറയാ തർക്കങ്ങളോ ഡിസ്പ്യൂട്ടുകളോ ഉള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകില്ല. അവര് എങ്ങനെയാണ് നല്ല പേഷ്യൻസ് ഉള്ള ആൾക്കാരായിരുന്നു. നമുക്കറിയാം ചില കുട്ടികൾക്ക് ഒട്ടും പേഷ്യൻസ് ഒട്ടും ക്ഷമയില്ലാത്ത കുട്ടിയാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. കാരണം അവർക്കത് ചെറുപ്പത്തിലെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ മോണ്ടിസോറി കുട്ടികൾ ചെറുപ്പത്തിലെ അത് പേഷ്യൻസും റെസ്പെക്ട് ഓഫ് അതേഴ്സും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട്, അത് മോറൽ ഹെൽപ്പ് ഷെയറിംഗ് ഹാബിറ്റ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഈ ഒരു ഭാവിയിൽ അവർ മുതിർന്നു കഴിയുമ്പോഴും പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാഹചര്യം കുറവായിരിക്കും. ഓക്കെ, നമ്മളത് പറഞ്ഞത് കൊഹീഷൻ ബേസ്ഡ് ഓൺ ഈ 4 ഫാക്ടേഴ്സിന്റെ ബേസിലാണ് കൊഹീഷൻ വരുന്നത്. ഏതൊക്കെയാണ്? റെസ്പെക്ട് ഫോർ ദ റൈറ്റ്സ് ഓഫ് അതേഴ്സ്, റെസിപ്രോക്കൽ ഹെൽപ്പ്, മോറൽ ഹെൽപ്പ് ആൻഡ് ഹാർമണി. ഓക്കെ, ജസ്റ്റ് 4 പോയിന്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കി. അത് ഇത്തിരി ടഫ് ഉള്ളത് മോറൽ ഹെൽപ്പ് ആണ്. അത് ആദ്യത്തെക്കാളും കുറച്ച് അവസാനമാകുമ്പോൾ സിമ്പിൾ ആയിട്ട് വരുന്നുണ്ട്. നല്ല രീതിയിൽ ഒന്ന് റീഡ് ചെയ്ത് നോക്ക് കേട്ടോ.
റീഡ് ചെയ്താ? ഈ റെസിപ്രോക്കൽ ഹെൽപ്പിന്റെ അവസാനത്തെ സെന്റൻസിനകത്ത് നോർമലി ദിസ് പ്രിപ്പയർസ് എന്നാണ് ടീച്ചറെ. പ്രിപ്പേഴ്സ് എന്നാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആട്ടാ. ഫസ്റ്റ് children to want to share and help one another. Prepares എന്നാണ്. നോർമലി പ്രിപ്പയർ ചെയ്യാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഒന്ന് കറക്റ്റ് ചെയ്തേക്കട്ടോ. ഇത് നോർമലൈസേഷനെയും ഡീവിയേഷനെയും മോക്ക് കിട്ടിയോ? മോക്ക് ടെസ്റ്റ് കിട്ടിയോ? ഇല്ല ഇല്ല മാം, കിട്ടിയിട്ടില്ല. ഓക്കെ, ഞാൻ ഇന്ന് ഇടാട്ടാ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. മോക്ക് കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. സാധാരണ ഇപ്പൊ ക്വസ്റ്റ്യൻസ് ആകെ 5 ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലേ തരാറുണ്ടായിരുന്നുള്ളൂ. മോക്ക് ടെസ്റ്റില് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇട്ടാലാണ് നമുക്ക് മോഡൽ എക്സാമിന് മെയിൻ എക്സാമിനൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രാക്ടീസ് ആവുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഇനി when there is such cohesion, the following can be perceived of the children. നമുക്ക് കൊഹീഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഈ ഒരു ഐക്യം കുട്ടികളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, നോർമലൈസേഷനിലൂടെ നമുക്ക് ഈ ഒരു കെട്ടുറപ്പ് അല്ലെങ്കിൽ ഒരു ഐക്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ താഴെ പറയുന്ന ക്യാരക്ടേഴ്സ് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് പറയുന്ന കോപ്പറേഷൻ ആണ്. അവിടെ ഈ വർക്കൊക്കെ എല്ലാവരും ഒരുമിച്ച് ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് ഒരുമിച്ച് അവർക്ക് അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. നമ്മള് ഈ ഗ്രൂപ്പ് ഗെയിം ഒക്കെ കളിച്ചിട്ടുണ്ടോ? നിങ്ങള് ഗ്രൂപ്പ് ടീമായിട്ടൊക്കെ കബഡി റിലേ ഒക്കെ കളിക്കുന്നുണ്ടോ? ടീം സ്പിരിറ്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അവർ തമ്മിൽ നല്ലൊരു എന്താ പറയാ, നമ്മുടെ ടീമിലെ ഒരാള് അല്ലെങ്കിൽ ടീമിലൊരു മെമ്പർ ചില ആൾക്കൊരു എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ പോലും ആള് നമ്മുടെ ടീമിലെ ആണ്. ആ ഒരു ടീം സ്പിരിറ്റ് അവർ തമ്മിലുണ്ടാവും. എല്ലാവരും നമ്മുടെ ടീമോ മൊത്തം ആ ഒരു ടീം സ്പിരിറ്റ് ഫീൽ ചെയ്യും. ഞാനൊക്കെ ചെറുപ്പത്തിൽ കബഡിയൊക്കെ കളിക്കുമല്ലേ. അപ്പൊ ഞങ്ങളുടെ ടീമിൽ ആരെങ്കിലും ഒരാള് ഫെയിൽ ആയി കഴിഞ്ഞാല് ഭയങ്കര ഫെയിൽ വെച്ചാൽ തോറ്റ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ ഭയങ്കര വാശിയായിരിക്കുള്ളൂ. അവരുടെ ടീമിൽ ഒരാളെ എങ്ങനെയെങ്കിലും പുറത്താക്കണം, എന്നിട്ട് എന്റെ ടീമിൽ നിന്ന് അയാളെ തന്നെ കേൾക്കണം എന്നുള്ള ഭയങ്കര സ്പിരിറ്റ് ആണ്. നമ്മൾ ആ ടീം സ്പിരിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫീലാണ് അവിടെ വരുന്നത്. നമ്മുടെ മോണ്ടിസോറിയിലെ കുട്ടികൾ നല്ല പറഞ്ഞിരിക്കുന്നെങ്കിൽ അവർ ഗ്രൂപ്പായിട്ട് വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ അവർ തമ്മിൽ നല്ലൊരു കോപ്പറേഷൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. കോപ്പറേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഡിസിപ്ലിൻ ആണ്. നമ്മളിവിടെ ഒരിക്കലും എന്ത് കൊടുക്കുന്നില്ല, ഫോഴ്സ്ഡായിട്ട് നമ്മൾ ആരെയും അനുസരിപ്പിക്കുന്നില്ല. ഒബീഡിയൻസോ ഡിസിപ്ലിനോ ഫോഴ്സ്ഡ് അല്ല. ഇപ്പൊ ആ കുട്ടിക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യാണ്, ആ കുട്ടി ബോറടിക്കാന്ന് വിചാരിക്കും. സോ അവന് ഡിസിപ്ലിൻ ഉണ്ട്. എന്നുവെച്ചാൽ അവൻ ആ ഒരു ആക്ടിവിറ്റി കഴിയുമ്പോൾ അവന് വേണമെങ്കിൽ ക്ലാസ്സിൽ കൂടി നടക്കണം തോന്നാണെങ്കിൽ അവർക്ക് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. പക്ഷെ നോർമൽ ക്ലാസ് റൂമിൽ നമുക്ക് കുട്ടിക്ക് ആ പറയുന്ന ടൈമിൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാധാരണ ക്ലാസ്സുകളിൽ ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ടുള്ളൂ. നമ്മൾ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ടീച്ചറിന്റെ പെർമിഷൻ ഇല്ലാണ്ട് നമുക്ക് ഒന്ന് എഴുന്നേക്കാൻ പോലും അലൗ ചെയ്യില്ല ചില സ്കൂളുകളിൽ. അപ്പൊ നമ്മൾ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ കുട്ടികൾക്ക് കുട്ടികളുടേതായ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി അവിടെ ഡിസിപ്ലിൻ അവിടെ വരാണ്. അതേപോലെ ആ കുട്ടിക്ക് വേണ്ട ഫ്രീഡം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നോണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അവർ ഒബീഡിയന്റ് ആവാണ്. നമ്മുടെ ഒരു എൻവയോൺമെന്റിലേക്ക് ഒബീഡിയൻസ് അനുസരണം. നമ്മൾ ഫോഴ്സിലല്ല, ഒബീഡിയന്റ് ആയിട്ട് അനുസരണം വരാണ്. ഇനി സോഷ്യൽ സെന്റിമെന്റ്.
നമ്മൾ ഗ്രൂപ്പായിട്ട് ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ഗ്രൂപ്പ് സോങ് അതേപോലെ തന്നെ റിലേ പോലത്തെ ടീമൊക്കെ എൻഗേജ് ചെയ്യുമ്പോൾ അവർ തമ്മിലൊരു സോഷ്യൽ സെന്റിമെന്റ്സ്, ഒരു ടീം കോർപ്പറേഷൻ പറഞ്ഞ പോലെ ടീം സ്പിരിറ്റ് അവിടെയും ഡെവലപ്പ് ചെയ്യാണ്. നമ്മള് ഡിസിപ്ലിൻ പറഞ്ഞ പോലെ തന്നെയാണ് ഒബീഡിയൻസ്. ഫോഴ്സ്ഡ് അല്ല, അനുസരിപ്പിക്കും. നമ്മൾ ഒരിക്കലും ഫോഴ്സ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ഈ ഒരു എൻവയോൺമെന്റിലേക്ക് കുട്ടികൾ വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഒബീഡിയന്റ് ആയിട്ട് വരാണ്. നമ്മൾ ഫോഴ്സ് ചെയ്ത് അവരെ അനുസരിപ്പിക്കുകയല്ല, ഓട്ടോമാറ്റിക്കലി അവർ കണ്ട് മനസ്സിലാക്കി അവരെന്ത് ചെയ്യാണ്, ഈ ഒരു ഒബീഡിയൻസ് അവളെ ഒരു ക്ലാസ് റൂമിൽ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻഡിവിജ്വലി ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത് നമ്മുടെ ഈ ഒരു എൻവയോൺമെന്റ്, മോണ്ടിസോറി എൻവയോൺമെന്റ് അവരെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അവരുടെ ക്യാരക്ടർ ഡെവലപ്മെന്റിൽ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെ നമ്മൾ ആ ഒരു പേഴ്സന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിരിക്കും, നല്ല ഫ്രീഡം ഉണ്ടാവും, കോൺഫിഡന്റ് ആയിരിക്കും. അതേപോലെ തന്നെ അവർക്ക് പ്രോബ്ലംസ് ഒക്കെ അവർക്ക് തന്നെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഓരോ കാര്യങ്ങൾ, ഡിസിഷൻസ്, തീരുമാനങ്ങൾ അവർക്ക് സ്വന്തമായിട്ട് എടുക്കാനായിട്ട് പറ്റും. പിന്നെ അവർക്ക് സ്വയം ഓപ്പർച്യൂണിറ്റി ടു എക്സസൈസ് ദീസ് ടു ഫോം ഓഫ് ക്യാരക്ടേഴ്സ്. അവരുടെ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യാനുള്ള, എക്സസൈസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മുടെ ഈ ഒരു എൻവയോൺമെന്റിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. നമുക്ക് നോക്കാം എന്താ പറയണേന്ന്. നമ്മൾ കോർപ്പറേഷൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മോണ്ടിസോറിയിലെ കുട്ടികൾ വോളണ്ടറി വർക്ക് ചെയ്യാൻ ഒരു ഗ്രൂപ്പില് നല്ല രീതിയിൽ കോർപ്പറേറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുമ്പോൾ ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാണ്. സോ ആ കുട്ടികൾ തമ്മിൽ നല്ല കോർപ്പറേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. Where the activity necessitates it, the children's voluntarily work in a group and cooperate when they need to. ഒരു ഗ്രൂപ്പിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നല്ല കോർപ്പറേഷനോട് കൂടി ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. This is the outcome of free life with free activity. അവർക്ക് ഫ്രീ ആയിട്ട് നല്ല ഫ്രീഡം വരുന്നുണ്ട്, നമുക്ക് ഫ്രീ ആയിട്ട് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാം ഈ ഒരു കോർപ്പറേഷൻ വരാൻ കാരണം അവർക്ക് ഫ്രീ ആയിട്ട് നമ്മൾ അത്രയും ഫ്രീഡം കൊടുക്കുന്നതുകൊണ്ടാണ്. അവർക്ക് ഫ്രീഡം കൊടുക്കുന്നു, അവർ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന ഫ്രീഡം അലോ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു കോർപ്പറേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ അടുത്താണ് ഡിസിപ്ലിൻ. ദിസ് ഈസ് നോട്ട് എ ഫോഴ്സ്ഡ് ഒബീഡിയൻസ്. നമ്മൾ അനുസരിപ്പിക്കുകയല്ല, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ചെയ്ത് അനുസരിപ്പിക്കുകയല്ല. But a social discipline whereby everyone selects his work, doing different things, but the all work in unison. നമുക്കറിയാം കുട്ടികളെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ക്ലാസ് റൂമിലെ കുട്ടികൾ വർക്കാണ് ചെയ്യുന്നത് അല്ലെ, ഡിഫറെന്റ് വർക്കായിരിക്കും അവരെന്ത് ചെയ്യുന്നത്. പക്ഷേ ആ കുട്ടികൾ തമ്മിൽ ഒരു നല്ലൊരു എന്താ പറയാ യൂണിസൺ നമുക്ക് അവിടെ ഫീൽ ചെയ്യും. നമുക്ക് എന്താ പറയാ കുട്ടികൾ ഡിഫറെന്റ് ആയിട്ട് ഒരു വർക്ക് ചെയ്യുകയാണെങ്കിലും അവരവരുടെ മെന്റൽ എനർജിയും അതേപോലെ തന്നെ ഫിസിക്കൽ എനർജിയും ഒരുമിച്ചായിരിക്കും ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ക്ലാസ് റൂം കാണാണ്, ജസ്റ്റ് ഒരു ക്ലാസ് റൂമിന്റെ ഇമേജ് ഇട്ടിരിക്കുന്നതാണ്. ഓരോ കുട്ടികളും അവരവരുടെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്, ഡിഫറെന്റ് ആണ്. പക്ഷെ അവര് ആക്ടിവിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ത്രൂ exercising patience and respect for others, the children learn to work in an orderly manner and peacefully together, getting harmonious discipline. ഞാൻ പറഞ്ഞു നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ പേഷ്യൻസോട് കൂടിയാണ് ഒരാൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ. എനിക്ക് എത്ര ഇഷ്ടമുള്ള ആക്ടിവിറ്റി ആണ്, ഭയങ്കര ഇഷ്ടമുള്ള ആക്ടിവിറ്റി ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ട്, പക്ഷെ ആ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആകുന്നത് വരെയും ഞാൻ എന്ത് ചെയ്യും, നല്ല ക്ഷമയോടുകൂടി നല്ല പേഷ്യൻസോട് കൂടി ഞാനത് വെയിറ്റ് ചെയ്യും. കാരണം ഞാൻ ആ കുട്ടി ചെയ്യുന്ന വർക്ക് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഒരു ഓർഡർലി മാനറിലായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ നല്ല പീസ്ഫുൾ ആയിട്ട് ഡിസ്പ്യൂട്ടിലോട്ടൊന്നും പോകാതെ നല്ല ഡിസിപ്ലിൻ ആയിരിക്കും നമ്മളോട് ഫോളോ ചെയ്യുന്നത്. ആ കുട്ടി വർക്ക് ചെയ്യുന്നത് വരെ ഞാൻ നല്ല രീതിയിൽ പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്ത് ആ വർക്ക് ചെയ്ത് അവൻ കംപ്ലീറ്റ് ആയി ആ പ്ലേസിൽ വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ആ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ചെയ്യുന്നത്, ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടി എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഇനി സോഷ്യൽ സെന്റിമെന്റ്സ് ആണ്. നമ്മൾ കുട്ടികൾ കണ്ടിട്ടുണ്ടോ, ഈ മോണ്ടിസോറിയിലേക്ക് വരുമ്പോൾ കുട്ടികൾ ഒരു ആക്ടിവിറ്റി ചെയ്ത് കംപ്ലീറ്റ് ആക്കിയെന്ന് വിചാരിക്കും. അപ്പൊ അവർക്ക് ഭയങ്കര പ്രൗഡ് ആയിരിക്കും, ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇപ്പൊ നമ്മളൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണെന്ന് വിചാരിക്കും, നമ്മൾ അയാളും ടീമായിട്ട് ആക്ടിവിറ്റി തരാണെന്ന് വിചാരിക്കും. നിങ്ങളുടെ ടീം 10 നമുക്ക് ഭയങ്കര പ്രൗഡ് ആയിരിക്കും. നമ്മളൊരു ഗ്രൂപ്പ് ബിലോങ്സ് ടു ഗ്രൂപ്പ് ഫസ്റ്റ് നമ്മളുടെ ടീമിനാണ് കിട്ടണമെങ്കിൽ ഭയങ്കര പ്രൗഡ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മൾ, അല്ലെ? നമ്മൾ ആ ടീം സ്പിരിറ്റ് ഉള്ളതുകൊണ്ടാണ്.
Social sentiments happens when the child is proud and happy to belong to his group. ഭയങ്കര സന്തോഷമായിരിക്കും അവരുടെ ഗ്രൂപ്പ് സക്സസ് ആവുമ്പോൾ. There is a sense of unity. ഇവിടെ വരുന്നത് ഒരു ഒത്തൊരുമയുടെ യൂണിറ്റിയുടെ സെൻസ് ആണ് മനസ്സിലാക്കുന്നത്. As child is not only proud of his work but also the achievement of the group. നമുക്കറിയാം ഞാൻ എന്റെ ഒരു ആക്ടിവിറ്റി മാത്രമാണ്, അതായത് എന്റെ ഒരു വർക്ക് മാത്രം പ്രൗഡ് അല്ല, ഞാൻ എന്റെ ഗ്രൂപ്പ് അച്ചീവ്മെന്റ്സ് പ്രൗഡ് ആണെന്ന് അത് ഇതാവും. കാരണം വെച്ചാൽ നമ്മളിപ്പോ ചെറുപ്പത്തിലൊക്കെ നിങ്ങള് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മുടേതായ എന്തായിരിക്കും ഓരോ പെർഫോമൻസ് ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ നമ്മള് ടീം അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ ഫസ്റ്റ് വരാന്ന് വിചാരിച്ചിട്ട് എന്താ പറയുന്നത്, കലോത്സവങ്ങളിൽ നമ്മളുടെ ടീം ഫസ്റ്റ് വരെ, നമ്മളുടെ സ്കൂൾ ഫസ്റ്റ് വരാണെങ്കിൽ വളരെ എന്താ പറയുക, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിക്റ്റ് ആണ് ഫസ്റ്റ് വരുന്നെങ്കിൽ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും നമുക്ക് തോന്നുന്നത്. നമ്മളുടെ വർക്കിൽ മാത്രമല്ല നമ്മൾ പ്രൗഡ് ആവുന്നത്, നമ്മളുടെ ഗ്രൂപ്പിന്റെ അച്ചീവ്മെന്റിലും കൂടി നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതേപോലെ തന്നെയാണ് ചെറിയ ക്ലാസ് റൂമിൽ ഒരു കുട്ടി അവന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, അവൻ പറഞ്ഞ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. അതേപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സും അവരുടെ ടീമും കറക്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്തു, ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര പ്രൗഡും ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. സോ അവരുടെ ടീം സ്പിരിറ്റ്, ഒരു നല്ലൊരു ടീം സ്പിരിറ്റ് ആ കുട്ടികൾ ആ ഒരു ഏജിൽ തന്നെ മനസ്സിലാക്കുകയാണ്. അപ്പോ എപ്പോഴെങ്കിലും ഒരു ഹെൽപ്പ് വേണ്ട ഒരാൾ വരാണെങ്കിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് ആ കുട്ടികളെ ഡെവലപ്പ് ചെയ്യാണ്. ഇനി അടുത്താണ് ഒബീഡിയൻസ്. Children in Montessori classroom are happy, harmonious, peaceful with themselves. മോണ്ടിസോറി ക്ലാസ് റൂമിലെ കുട്ടികൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരിക്കും, നല്ല സന്തോഷവാനായിരിക്കും, നല്ല ഐക്യമുള്ളവരായിരിക്കും, നല്ല സമാധാനശീലരായിരിക്കും. They are able to take instruction from their teachers. അവരുടെ ടീച്ചേഴ്സിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് കിട്ടുകയാണെങ്കിൽ അത് മനസ്സിലാക്കി പെരുമാറാനായിട്ട് അവര് ഫോളോ ചെയ്യും. This is not a forced discipline. നമ്മൾ ഒരിക്കലും മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ ഫോഴ്സ് ചെയ്യുന്നില്ല. ഡിസിപ്ലിൻ ഫോളോ ചെയ്യും, ഒബീഡിയൻസ് ഫോളോ ചെയ്യും, ഞങ്ങൾ പറയുന്നത് മാത്രമേ നമ്മൾ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ പറയുന്നതേ ഇല്ല. നമുക്ക് ആ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവർക്ക് അവരുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പറ്റും. But more than it inner discipline as the result of inner growth, and the children are proud of being able to help their classmates. അപ്പോൾ നമ്മൾ ഇവിടെ മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഒരു ഇന്നർ ഡിസിപ്ലിൻ ആണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. കുട്ടികളിലെ ഒരു ഇന്നർ ഡിസിപ്ലിൻ അവർ നമ്മൾ ഈ ഒരു എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവര് ഈ ഒരു എൻവയോൺമെന്റ് ആയിട്ട് ഇഴകി ചേരാണ്. സോ ആ കുട്ടികള് ബാക്കി അവരുടെ കുട്ടികളെ ക്ലാസ്മേറ്റ്സിനെ ഹെൽപ്പ് ചെയ്യാനും ആ ഒരു മെന്റാലിറ്റി അവർക്ക് അത് ഡെവലപ്പ് ചെയ്ത് ചെറുപ്പത്തിലേ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ അവർക്ക് മനസ്സിലായി, ഒരു ചെറിയ കുട്ടിയൊക്കെ തന്നെ മനസ്സിലാവുകയാണ്, ഇപ്പൊ ഹെൽപ്പ് നീടുള്ള ആൾക്കാരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം എന്ന് അവൻ മനസ്സിലാക്കുകയാണ്. സോ ഇത് ഒബീഡിയൻസ് നമ്മൾ ഒരിക്കലും ഫോഴ്സ് ചെയ്യുന്നതല്ല, ഓട്ടോമാറ്റിക്കലി ഈ ഒരു എൻവയോൺമെന്റ് അവർ വർക്ക് ചെയ്യുന്നതിലൂടെ ഓട്ടോമാറ്റിക്കലി അവരിൽ വരുന്ന ഒരു ക്യാരക്ടറാണ് എന്ത് ഒബീഡിയൻസ് എന്ന് പറയുന്നത്. കോപ്പറേഷൻ പറഞ്ഞു, ഡിസിപ്ലിൻ പറഞ്ഞു, സോഷ്യൽ സെന്റിമെന്റ്സ് പറഞ്ഞു, ഒബീഡിയൻസ് പറഞ്ഞു. ഇനി ക്യാരക്ടറാണ്. നമുക്ക് ഈ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾക്ക് നല്ല ബെറ്റർ ക്യാരക്ടർ ആയിരിക്കും, നല്ല അഡാപ്റ്റബിൾ ആയിരിക്കും. കാരണം അവര് നമ്മുടെ ഈ എൻവയോൺമെന്റില് നല്ല ക്യാരക്ടേഴ്സ്, നമുക്ക് പറയുന്നത് പേഷ്യൻസ്, കോപ്പറേഷൻ, നല്ല കോൺസെൻട്രേഷൻ ഉള്ള കുട്ടികളായിരിക്കും. അതേപോലെ എന്താ പറയാ, ഭയങ്കര മോറൽ ഹെൽപ്പ് ആയിരിക്കും, ഷെയറിംഗ് ഹാബിറ്റ്സ് ഉണ്ടാവും. അതേപോലെ പിന്നെ എന്താ പറയുന്നത്, ലവ് ടു ഈച്ച് അതർ, മറ്റുള്ളവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നവരായിരിക്കും, ഹാർമണി ഉള്ള കുട്ടികളായിരിക്കും, ഐക്യമുള്ള കുട്ടികളായിരിക്കും. ഈ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമ്മൾ ഈ ഒരു എൻവയോൺമെന്റ് വർക്ക് ചെയ്യുന്നതിലൂടെ ഓരോ ആക്ടിവിറ്റീസിലൂടെ നമ്മൾ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. When the children have the apt environment and condition, they are able to evolve their character. നമുക്ക് ഈ മോണ്ടിസോറി എൻവയോൺമെന്റ് ഒരു പ്രത്യേകതയാണ്, അവർക്ക് നല്ല രീതിയിൽ അവരുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് ഏത് മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. A person of a character is free, confident and resolved. നമ്മളുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഒരു കുട്ടി എന്ന് പറയുന്നത് നല്ല കോൺഫിഡന്റ് ആയിരിക്കും, കാരണം അവന് ഒരു ആക്ടിവിറ്റി ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് പറ്റും. ഫ്രീ ആണ്, അവന് ഫ്രീഡം നമ്മൾ അലോ ചെയ്യുന്നുണ്ട്, അവർ ഓരോ കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ ചെറുപ്പത്തിൽ ശീലിക്കുകയാണ്. അതെല്ലാം പെരുമാറ്റത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. The formation of these qualities comes through experience and exercise. It is not be taught. നമ്മുടെ ഇവിടെ വരുന്ന ഈ ക്വാളിറ്റീസ് എക്സ്പീരിയൻസിലൂടെയാണ് അവര് മനസ്സിലാക്കുന്നത്. ഇപ്പോ ഒരു ആക്ടിവിറ്റി ചെയ്തു, അത് തെറ്റിപ്പോയി, കുഴപ്പമില്ല, വീണ്ടും ചെയ്യാം എന്ന് അവൻ മനസ്സിലാക്കുകയാണ്, വീണ്ടും എനിക്ക് ചാൻസ് ഉണ്ട് എന്ന് അവൻ എക്സ്പീരിയൻസ് ചെയ്യാണ്. പിന്നെ ആ കുട്ടികൾ ഒരിക്കലും ഫെയിൽ ചെയ്യാന്ന് പറ്റില്ല, അത് എക്സസൈസ് ചെയ്യാണ്, റിപ്പീറ്റ് ചെയ്ത് അവർക്ക് കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാണ്.
നോട്ട് തോട്ട് ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ല, അവർ പ്രവൃത്തിയിലൂടെയാണ് ചെയ്യുന്നത്. ഓരോ മൂമെന്റ്സിലൂടെയുമാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം അവരുടെ മൂമെന്റ്സ്, നമുക്കറിയാം ഒരു കാര്യം ചെയ്യാതിരിക്കുന്ന കുട്ടികളെക്കാളും എപ്പോഴും മൂവ് ചെയ്യുന്ന കുട്ടികളായിരിക്കും കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പൊ മൂവ്മെന്റ്സിന്റെ ഇമ്പോർട്ടൻസ് അവർക്ക് മനസ്സിലാക്കാണ് ഈ ഒരു കാര്യത്തിലൂടെ. അല്ലാണ്ട് തിങ്കിങ് പ്രോസസ് അല്ല, മൂവ്മെന്റ്സ് ആണ് ഇമ്പോർട്ടന്റ്. ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ മൂവ്മെന്റ്സ് ഇമ്പോർട്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കാണ്, എക്സ്പീരിയൻസ് ചെയ്യാറ് ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ. Therefore, children must be opportunity to exercise these to the form of characters. അപ്പൊ ഈ എക്സസൈസിലൂടെ ഈ എക്സ്പീരിയൻസിലൂടെ അവരുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാണ്. അതിന് ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. They must learn to take theirs. എന്നുവെച്ചാൽ അവര് ഓരോ കാര്യങ്ങൾ എന്താ ആക്ടിവിറ്റി ചെയ്യണം, അവർ സ്വയം തീരുമാനങ്ങൾ എടുക്കാനും സ്വയം ഓരോ കൺക്ലൂഷനിലേക്ക് എത്താനും അവർ പഠിക്കാനും. ഓൺ ഡിസിഷൻ, സ്വയം തീരുമാനങ്ങളിലേക്ക് എത്താനായിട്ട് അവര് മോണ്ടിസോറി എൻവയോൺമെന്റിൽ തന്നെ മനസ്സിലാക്കാണ്. When they decide and select for themselves, അവർക്ക് സ്വയം ഡിസൈഡ് ചെയ്യാണ് എനിക്ക് ഇന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്താൽ മതി. സെലക്ട് ഫോർ themselves, നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. പിന്നെ ആര് സെലക്ട് ചെയ്യും? ആ ഒരു ക്വാളിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യട്ടെ. They develop these qualities. അവർ ഈ ചെറുപ്പത്തിലെ തന്നെ ഈ ക്വാളിറ്റീസ് ഒക്കെ വേണ്ടിയാണ് സെലക്ട് ചെയ്യാണ്. അപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അതുവഴി തന്നെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. നോർമൽ എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ഈ കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിക്ക് ആക്ട് ആയിട്ടുള്ള നല്ല കുട്ടികളായിട്ട്, നല്ല ക്യാരക്ടർ ഉള്ള, നല്ല കോപ്പറേഷൻ ഉള്ള, നല്ല ഡിസിപ്ലിൻ ഉള്ള കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോണ്ടിസോറി എൻവയോൺമെന്റിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ചെറിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സൊസൈറ്റി ഓഫ് കോഹീഷൻ ആണ്. ഹിസ്റ്ററപ്പ് നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഈ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ ആ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൊസൈറ്റി ഓഫ് കോഹീഷൻ എന്ന് പറയുന്നത്. ഈ കുട്ടികൾക്ക് ഒരു പ്രത്യേക ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അവർ ഭയങ്കരമായിട്ട് മറ്റുള്ളവരുടെ റൈറ്റ്സ് റെസ്പെക്ട് ചെയ്യുകയും അതേപോലെ റെസിപ്രോക്കൽ ഹെൽപ്പ്, മുതിർന്ന കുട്ടികൾ യങ്ങർ വൺസിനെ അവരെ ഹെൽപ്പ് ചെയ്യാനും മോറൽ ഹെൽപ്പ് ചെയ്യാനും ഹാർമണി ഒക്കെ അവരുടെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇതെല്ലാം അവരുടെ ഡെവലപ്മെന്റ്, സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ കുട്ടികൾ നല്ല കോപ്പറേറ്റീവ് ആയിട്ട്, നല്ല ഡിസിപ്ലിൻ ഉള്ള, അവർ സോഷ്യൽ സെന്റിമെന്റ്സ് ഉള്ള, ടീം സ്പിരിറ്റ് മനസ്സിലാക്കുന്ന, ഒബീഡിയന്റ് ആയിട്ടുള്ള, ബെറ്റർ ക്യാരക്ടർ ആയിട്ടുള്ള ചിൽഡ്രൻസിന് നമുക്ക് ഈ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാർത്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ കോപ്പറേഷൻ, ഡിസിപ്ലിൻ, സോഷ്യൽ സെന്റിമെന്റ്സ് ആൻഡ് ഒബീഡിയൻസ് ഒന്ന് വേഗം ഒന്ന് റീഡ് ചെയ്ത് നോക്കി. മാം, എനിക്കൊരു കാര്യം പറയാനുണ്ടേ. പിന്നെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് എന്റെ മൂത്ത മോന് ബാംഗ്ലൂരിലാണ്. അപ്പം കൊച്ചുമോനെ കൊണ്ട് ഹസ്ബൻഡ് ടൂവീലറിൽ അവർക്ക് വന്നിട്ടുണ്ട്. അപ്പം ബാംഗ്ലൂരിൽ പോകും വ്യാഴാഴ്ച. ഞങ്ങള് അവിടുന്ന് നാട്ടിലൊരു വീടുണ്ട്, അപ്പം നാട്ടിൽ പോകും. അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനൊരു പിള്ളേർക്കൊക്കെ ഒരു എൻകറേജ്മെന്റ് വേണ്ടേ, അതുകൊണ്ട് അതിനായിട്ട് പോകും. അപ്പം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും, പക്ഷെ പ്രോജക്റ്റ്, അസൈൻമെന്റ്, മോക്ക് ടെസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ യാത്രയിലൊക്കെ ആവുമ്പോൾ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ടെസ്റ്റ് നോട്ട്ബുക്ക് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം തിരിച്ച് റിട്ടേൺ ചെയ്ത് ചെന്നൈ വന്നിട്ട് മെയ്യിൽ മാത്രമേ ഇതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അന്നേരം അത് ആക്ടിവിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾ നമ്മുടെ മൊഡ്യൂൾ എക്സാമിന് മുമ്പായിട്ട്, മോഡൽ എക്സാമിന് മുമ്പായിട്ട് എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഓക്കെ മാം, താങ്ക് യു മാം. ഓക്കെ, നിങ്ങള് സാൻഡ് പേപ്പർ വെച്ചിട്ട് ആൽഫബറ്റ്സ് ന്യൂമറിക്കൽസും ചെയ്തോ? ഇല്ല മാം. ഓക്കെ, അപ്പൊ അടുത്ത ആക്ടിവിറ്റി നമ്മള് ഫ്രെയിം കംപ്ലീറ്റ് ആയില്ലേ? കംപ്ലീറ്റ് ആയി. പിങ്ക് ടവറും കഴിഞ്ഞു അല്ലെ? സാൻഡ് പേപ്പർ വെച്ചിട്ട് ആൽഫബറ്റ്സ് ചെയ്യാം. ആൽഫബറ്റ്സും ന്യൂമറിക്കൽസും 0, 1, 2, 3 ബാക്കിയുള്ളത് ന്യൂമറിക്കൽസും കൂടി ചെയ്യണം കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല, കംപ്ലീറ്റ് ആക്കുക നിങ്ങൾ മാക്സിമം. മോഡൽ എക്സാമിന് മുമ്പായിട്ട്, എക്സാം ഒക്കെ വരുന്നേക്കാളും മുമ്പായിട്ട് ഇപ്പൊ ഫ്രീ ആയിട്ട് കിട്ടുന്ന ടൈമല്ലേ നിങ്ങൾക്ക്. ഇപ്പൊ നിങ്ങൾക്ക് വേറെ പഠിക്കാനോ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഈ ടൈമിൽ എക്സാം എന്നത്തെ, മോഡൽ എക്സാം എന്നത്തേക്കായിരിക്കും? അത് അറിഞ്ഞൂടാ, പോർഷൻ തീരണ്ടേ, നമ്മുടെ ടൈം അനുസരിച്ച് വരും. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ ടൈം നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്ന, അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസും ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന ടൈമാണ്. അപ്പൊ നല്ല രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. മാം, ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരുമോ?
അതിന്റെ മോഡല് ഇപ്പൊ പറഞ്ഞത് ഒന്ന് സ്ക്രീൻ ചെയ്യാം. നോക്കട്ടെ, ഇവിടെ ഇതാ നോക്കട്ടെ കേട്ടോ. സിമ്പിളാണ്. നമ്മള് എന്താ പറയാ, സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ഉണ്ടല്ലോ, ചാർട്ടിന് കട്ട് ചെയ്യാം. കറക്റ്റ് ആയിട്ട് സ്ക്വയർ ആക്കിയിട്ട് കാണുന്നുണ്ടോ നിങ്ങള്? നോക്കിട്ടോ. ഇതില് നമ്മൾ കാർഡ് പോലെ എടുത്തിരിക്കുന്നത് ബ്ലോക്സ് ആണ്, ശരിക്കും വുഡൻ ബ്ലോക്സ് ആണ്. അത് നമുക്ക് കിട്ടില്ല. അതിന് പകരമായിട്ട് നമ്മൾ ചാർട്ടിന്റെ പീസ് എടുക്കാം, ചാർട്ട് കട്ട് ചെയ്യാം. ഇതില് കവർ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടല്ലേ, ഏനൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതെന്താണ്? സാൻഡ് പേപ്പർ ആണ്. ഓക്കെ, നോക്കാം കേട്ടോ. സെറ്റല്ലേ? സാൻഡ് പേപ്പറിന്റെ മേലെ ചാർട്ട് ഒട്ടിക്കാനോ? അങ്ങനെയല്ലടാ, നമുക്ക് ടച്ച് ചെയ്ത് നോക്കി മനസ്സിലാക്കാനാണ് കുട്ടികളെ സെൻസോറിയൽ ആക്ടിവിറ്റീസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ടച്ച് ചെയ്യുമ്പോൾ സാധാരണ സർഫസിനേക്കാളും കുറച്ച് ഡിഫറെന്റ് ആണെങ്കിൽ കുട്ടികൾക്ക് അത് മനസ്സിലാക്കും. സോ അത് ടച്ച് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. റഫ് ആയിട്ടിരിക്കില്ലേ മാം? ഒത്തിരി റഫ് ആയിട്ടുള്ള പേപ്പർ അല്ല, അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സ്മൂത്തും നമുക്ക് മേടിക്കാൻ കിട്ടോ? മേടിക്കാൻ കിട്ടുമല്ലോ. സാധാരണ നമ്മൾ സാൻഡ് പേപ്പർ എന്ന് പറയുന്നത് ഈ വുഡ് ഒക്കെ ഇങ്ങനെ സ്മൂത്ത് ആക്കാൻ ഉപയോഗിക്കുന്ന സാൻഡ് പേപ്പർ അല്ലേ? അത് ഒരുപാട് തിക്നെസ് ഉള്ള ഇല്ല, ഡിഫറെന്റ് തിക്നെസ് ഉള്ളതുണ്ട്. നമ്മള് ഒത്തിരി ഹാർഡ് അല്ലാതെ സ്മൂത്ത് ആയിട്ടുള്ള സാൻഡ് പേപ്പറുകൾ കിട്ടും. ഓക്കെ, 150 നമ്പറിലൊക്കെ ഉള്ളത് ഫൈൻ ആയിട്ടുള്ളതാ. അതെ, അത് കിട്ടാനായിട്ട് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആണ്. ഇതേപോലെ തന്നെ നമ്പേഴ്സും ചെയ്യണം. നമ്പേഴ്സിന്റെ കണ്ടന്റ് തന്നെയാണ് മിസ്. അതേപോലെ ചാർട്ട് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് വെട്ടിയിട്ട് അതിന്റെ മുകളിൽ സാൻഡ് പേപ്പർ ഒട്ടിച്ചാ പോരെ? ഇങ്ങനെ ചെയ്തിട്ട് ചെയ്താൽ അങ്ങനെ മതി. ഇതിൽ കണ്ടതുകൊണ്ട് ചോദിക്കുന്നതാണ്, സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും ആൽഫബറ്റ്സ് രണ്ടും ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. നമ്മള് രണ്ടും ഒന്ന് തന്നെ ചെയ്തൂടെ? അങ്ങനെ അതിന്റെ കൂടെ തന്നെ മോനൊന്ന് കട്ട് ചെയ്ത് നോക്കി, പക്ഷെ പറ്റില്ല. അത് ഡിഫറെന്റ് ആയിട്ട് ചെയ്താൽ മതി. ആദ്യം നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ പഠിപ്പിച്ച് പിന്നെ ആ സ്മോൾ ലെറ്ററിലേക്ക് വരുള്ളൂ. അപ്പൊ ക്യാപിറ്റൽ ലെറ്റർ നമ്പേഴ്സും ചെയ്യും. ഓക്കെ, ക്യാപിറ്റൽ ലെറ്ററും നമ്പേഴ്സും ചെയ്യാം കേട്ടോ. ഓക്കെ മാം. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് അത് ചെയ്യാം കേട്ടോ. ക്യാപിറ്റൽ ലെറ്ററും നമ്പേഴ്സും ചെയ്യാം. ഓക്കെ, ചെയ്യണം കേട്ടോ. ഒരു ആക്ടിവിറ്റി കൂടെ തന്നിട്ടുണ്ട്, സാൻഡ് പേപ്പറിന് ന്യൂമറിക്കൽസും നമ്പേഴ്സും, ന്യൂമറിക്കൽസ് ആൻഡ് ആൽഫബറ്റ്സ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ മൂവ്മെന്റ്സ് ആണ്. ചെറിയൊരു ചാപ്റ്റർ അല്ലായിരുന്നു അത്, സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്നത്. എല്ലാവരും വീഡിയോ നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡൗട്ട് ചോദിക്കാം. പിന്നെ എന്ത് സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാനാണ് മാം. പറഞ്ഞോടാ. Okay. Don't watch the clock, do what it does. Keep going. Said by Sam Lavenson. Thank you, ma'am, for being a good teacher for us. And thank you, my dear friends, for attending this class and making our class more engaging. Thank you all. Sign out by Risna Tanush. Thank you all. Thank you, ma'am.